നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ISROയുടെ PSLV C61 പരാജയപ്പെട്ടു. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-9 ഭ്രമണപഥത്തിലെത്താൻ ഇതോടെ കഴിഞ്ഞില്ല. വിക്ഷേപണത്തിനു ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായത്. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 101ാം വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത്. വിക്ഷേപണത്തിന് പിന്നാലെയുള്ള മൂന്നാം ഘട്ടത്തിലാണ് ചില അപ്രതീക്ഷിത പ്രശ്നങ്ങൾ നേരിട്ടത്. അത്യപൂർവമായാണ് PSLV പരാജയപ്പെടാറുള്ളത്. ആദ്യ രണ്ട് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രതിസന്ധി നേരിട്ടതാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായതെന്ന് അധികൃതർ വിലയിരുത്തി. വിശകലനം നടത്തിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്ന് ചെയർമാനും വ്യക്തമാക്കി. ഏകദേശം 1696 കിലോഗ്രാം ഭാരമുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു EOS-9. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉയർന്ന റെസല്യൂഷനിലുള്ള കാലാവസ്ഥാ ഇമേജിംഗ് നൽകുന്നതിന് സഹായിക്കുന്നതായിരുന്നു ഈ ഉപഗ്രഹം. ഏത് കാലാവസ്ഥയിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭൗമോപരിതലത്തിന്റെ വ്യക്തതയാർന്ന ചിത്രങ്ങൾ പകർത്താൻ EOS-9 ശേഷിയുണ്ടായിരുന്നു. ദേശസുരക്ഷ, ദുരന്ത നിവാരണം, കൃഷി, വനം, നഗരാസൂത്രണം എന്നിവ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്ന ഉപഗ്രഹമായിരുന്നു ഇത്.